അല്ല, സർക്കാരല്ല, നിയമ സംവിധാനമാണ് ഇക്കാര്യത്തിൽ നിയമപരമായി നീങ്ങേണ്ടത്. അത് നിയമപരമായി നീങ്ങുമെന്ന് ഉറപ്പുവരുത്തൽ മാത്രമാണ് സർക്കാരിന്റെ ചുമതല. ആ ചുമതല ഈ കേസിലല്ല. നടി ആക്രമിക്കപ്പെട്ട ദിലീപിന്റെ കേസിലടക്കം ഏത് ഉന്നതനാണെങ്കിലും സ്ത്രീപക്ഷ നിലപാടാണ് കേരളത്തിലെ LDF സർക്കാരിനുള്ളത്. അതിവിടെയും തുടരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ പരാതിക്കാരിയുടെ ശബ്ദം നമ്മൾ മുമ്പേ കേട്ടതാണ്. അവരൊരു പരാതി എഴുതി നൽകിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ശബ്ദം നമ്മൾ മുമ്പ് കേട്ടതാണ്. അതിൽ പറയുന്ന മറുഭാഗ ശബ്ദം തന്റേതല്ല എന്നൊരു നിലപാട് ഇന്നേ വരെ ഈ MLA ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയൊരു സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ കേരള സമൂഹത്തോട് മാപ്പ് ഉപേക്ഷിക്കാൻ, അബദ്ധം പറ്റിയെന്ന് പറയാൻ, അല്ല തിരുത്തുമെന്ന് പറയാൻ ആ ജനപ്രതിനിധി തയ്യാറാകേണ്ടതായിരുന്നില്ലേ? അതിന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ആരെങ്കിലും അദ്ദേഹത്തെ ഉപദേശിക്കേണ്ടതായിരുന്നില്ലേ? അതിനു പകരം ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം കടന്നാക്രമിക്കാനുണ്ടായത്. ഇപ്പോ പരാതിക്കാരിയായ ഒരു വനിത മാത്രമല്ല, പുറത്തു പറയാത്ത കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്രകാരം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നാണ് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയത്. അവർ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ വെളിപ്പെടുത്തലുണ്ടായത്. ഒരു പരാതിക്കാരി നേരിട്ട് പറഞ്ഞു തനിക്കുണ്ടായ അനുഭവം റിനി പൊതുസമൂഹത്തിൽ പങ്കുവച്ചു. നിരവധിയായ ആളുകൾ, കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരുടെ നേതാക്കളുടെ മക്കൾ, ഭാര്യമാർ ഇപ്രകാരം കെണിയിലായി ഈ വ്യക്തിയാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു. ഇതല്ലേ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടിയിരുന്ന വിഷയം? അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയല്ലേ വേണ്ടത്? ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരിച്ചടിക്കാവുന്നതാണ്. പുറത്താക്കാതിരുന്നത് എന്തുകൊണ്ട്? അല്ല, ഇനിയും പുറത്താക്കാത്തത് എന്തുകൊണ്ട്? നമ്മുടെ മുമ്പില് നേരത്തെ ചില MLA മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി. അതിലെ UDF MLA മാരുണ്ട്. LDF ഒരു MLA, അദ്ദേഹം നിർമ്മാണ കാലത്ത് 10-20 കൊല്ലം മുമ്പത്തെ സംഭവം കേസായിട്ടുണ്ട്. അവരൊക്കെ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്രകാരം തെറ്റായി കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന പരാതി വന്നത്. അത് കേസായിട്ടുണ്ട്. ഈ വ്യക്തിയുടെ കാര്യം എങ്ങനെയാണ്? ഈ വ്യക്തിയുടെ കാര്യത്തിൽ സംഭവിച്ചത് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരുടെ ഒരു മുൻ MPയുടെ മക്കളടക്കം ഇതിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന വാർത്തകൾ പൊതുമണ്ഡലത്തിലുണ്ട്. അത് ശരിവെക്കുന്ന വിധമാണ് റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലുണ്ടായത്. ഇത് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകുമോ? അപ്പോ കേസ് അവിടെ നിൽക്കട്ടെ. യഥാർത്ഥ പ്രശ്നം കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയിലെ നിരവധി വനിതകളെ ഈ കിളിക്കൂട്ടം അല്ലെങ്കിൽ ഈ വെട്ടുക്കിളിക്കൂട്ടം ആക്രമിച്ചിരിക്കുന്നു. അതിൽ ഷാഫി പറമ്പിൽ MPക്ക് വലിയ പങ്കുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്ന സംഘമായിട്ട് അവർ മാറി. അത് കോൺഗ്രസിനെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുമോ? അവസാനം തന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഏത് വിശുദ്ധ നേതാക്കളാണ് ഈ പാർട്ടിയിലുള്ളതെന്ന് ഈ മാന്യം ചോദിക്കുന്നത് കിട്ടി. താൻ മാത്രമല്ല, കോൺഗ്രസിലെ നേതാക്കളടക്കമുള്ളവരെല്ലാം ഇത്തരം തെറ്റുകാരാണ്. അതുകൊണ്ട് തന്നെ തനിക്കും അവരെ പോലും തുടരാനാകുമെന്നാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പൊ നേതാക്കൾ പ്രതിസന്ധിയിലായി. ആ നേതാക്കളുടെ പ്രതിസന്ധി മുതലെടുത്തിട്ടാണ് ഈ വ്യക്തി സജീവമായത്. എങ്ങനെ സജീവമായി? ആശാസമരത്തിൽ ആശാപ്രവർത്തകർക്കൊപ്പം തുള്ളിക്കളിക്കുന്നു. അത് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. ഇത്രയും നിന്ദ്യമായ പ്രവൃത്തി നടത്തിയെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു വ്യക്തി ആശാസമരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നത്? അയാൾ കേരള സർക്കാരിനെതിരായ നാവായി മാറുന്നത്. ആശാപ്രവർത്തകർക്കൊപ്പം എന്തെല്ലാം അഭ്യാസങ്ങളാണ് നമ്മുടെ സമരരംഗത്ത് അദ്ദേഹം കാണിച്ചത്. അപ്പൊ എന്താണ്, നമ്മള് ചില സിനിമാ പ്രവർത്തകരെ, വനിതാ സിനിമാ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുവന്ന് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ട് ഇതിനെയെല്ലാം, ഈ സ്ത്രീപീഡനങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ സ്ത്രീകളെ മറയാക്കുന്നു, ആൾമറയാക്കുന്നു. ഇതാണോ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്? സ്ത്രീ സമൂഹത്തിൽപ്പെട്ടവരെ അപമാനിക്കുമ്പോൾ, ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവരെ മറയാക്കുന്ന പ്രവർത്തനം എത്ര നിന്ദ്യവും നികൃഷ്ടവുമാണ്, നീചമാണ്. ഇതെല്ലാം നമ്മുടെ നാട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മറയ്ക്കുള്ളിലും ഒളിക്കാനാവാത്ത വിധം പ്രതിസന്ധിയിലായത് കോൺഗ്രസ് പാർട്ടിയാണ്. രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയല്ല, അയാൾ ഒളിച്ചോടിയിരിക്കുന്നു. കോൺഗ്രസിന് ഒളിച്ചോടാൻ പറ്റുമോ?
രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒളിച്ചു പോകാം. കോൺഗ്രസിന് ഒളിച്ചോടാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ചെയ്തികൾ കൊണ്ട് ഒളിച്ചോടാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ഓരോ നേതാക്കളെയും ഇരുട്ടിൽ നിർത്തുകയും ആക്രമിക്കുകയുമല്ല ഇയാൾ ചെയ്തിട്ടുള്ളത്. അതിന് കോൺഗ്രസിൽ വലിയ പിന്തുണ കിട്ടി. കെ സുധാകരൻ പറയുന്നത് ഞാൻ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, കോൺഗ്രസിൽ തന്നെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഇത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. വളരെ ശക്തമായ പിന്തുണ ഈ കുറ്റവാളിക്ക് വേണ്ടി കോൺഗ്രസിൽ പടയൊരുക്കം എംപിമാർ തന്നെ രംഗത്തിറങ്ങി. അത് കോൺഗ്രസിൽ പുതിയ ചേരിതിരിവിന് ഇടം കുറിച്ചിരിക്കുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ അടിത്തറ തോണ്ടുന്ന, നിലവറ തോണ്ടുന്ന, അടിസ്ഥാനപരമായി കോൺഗ്രസ് പാർട്ടിക്ക് ആഘാതമുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറി. എന്തായിരുന്നു കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്? കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വനിതകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തി എന്തുകൊണ്ട് പുറത്താക്കിയില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അവരുടെ ഭരണഘടന പ്രകാരം ഒരു അന്വേഷണം നടത്തിയില്ല? കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ ഇപ്രകാരം ദുരുപയോഗത്തിന് ഇടയായി എന്ന വസ്തുത ആ പാർട്ടിയുടെ മുന്നിൽ വന്നു എന്ന് റെനി ആൻ ജോർജ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് അത് സാക്ഷ്യപ്പെടുത്തി. തനിക്ക് പരാതി ലഭിച്ചു. അപ്പൊ കോൺഗ്രസ് എന്ത് ചെയ്യണം? സസ്പെൻഷൻ മാത്രം മതിയോ? അന്വേഷണം നടത്തി ഈ വ്യക്തിയെ കുറ്റക്കാരനെന്ന് കണ്ടാൽ പുറത്താക്കണ്ടേ? അതിനു പകരം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക, സമരങ്ങളിൽ പോവുക, മുസ്ലിം ലീഗിന്റെ സ്വീകരണത്തിൽ പങ്കെടുക്കുക. ആശാസമരം കഴിഞ്ഞ് നേരെ മലപ്പുറത്തേക്ക് പോയിട്ട് യൂത്ത് ലീഗിന്റെ സ്വീകരണമാണ്. ആർക്ക്? വലിയ രാഷ്ട്രീയ സന്ദേശമല്ലേ യൂത്ത് ലീഗ് ഈ സ്വീകരണത്തിലൂടെ കൊടുക്കുന്നത്? ഈ അശ്ലീലങ്ങളെല്ലാം നമ്മുടെ പൊതുമണ്ഡലത്തെ അപമാനിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇത് പുറത്തു വരുന്നത് സർക്കാരിന്റെ കുറ്റമാണ്, പുറത്തു വരുന്നത് ഇടതുപക്ഷത്തിന്റെ കുറ്റമാണ്. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ മാധ്യമങ്ങളുടെ വാദം. നിങ്ങള് ഒരു പെൺകുട്ടി ഇത്രയേറെ ആക്രമിക്കപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പുറത്തു പറഞ്ഞല്ലോ, അത് കുഴപ്പമായി. എന്നാൽ ഏറ്റവും തമാശ എന്താണ്? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മധ്യത്തിലേക്കാണ് ആ കുട്ടിയെ വിളിച്ചു വരുത്തി ഈ പ്രകാരം മരുന്ന് കൊടുത്ത് വളരെ ശാരീരികമായ അവശതകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഉണ്ടായത് എന്താ കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തു എന്നാണ് ആ കുട്ടി പറയുന്നത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.